BTS കൊറിയൻ ബാൻഡ്സിൻ്റെ പിന്നിലുള്ള കുട്ടികളുടെ അഭിനിവേശത്തിൽ നിന്ന് എങ്ങനെ രക്ഷിച്ചെടുക്കാൻ പറ്റുമെന്നാണ് ചോദ്യം. ഇത് വളരെ അപകടകരമായ ഒരു ട്രെൻഡായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ നമ്മൾ അടുത്ത ദിവസം ഒരു വാർത്ത വായിച്ചപ്പോൾ ശരിക്കും നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. അടുത്ത ദിവസം 3 ദിവസങ്ങൾക്ക് മുമ്പാണല്ലോ 8ാം ക്ലാസ് പഠിക്കുന്ന ചെന്നൈയിലെ 3 പെൺകുട്ടികൾ കൊറിയയിൽ പോകാൻ വേണ്ടി പൈസ എല്ലാം ഒരു കുട്ടി വഴിയിൽ വെച്ച് അവർ പിടിക്കപ്പെടുകയും തിരിച്ചു കൊണ്ടുവരികയും ചെയ്തത്. എന്താണ്? BTSൻ്റെ സ്വാധീനമാണ്, അല്ലെങ്കിൽ കൊറിയൻ ബാൻഡ്സിൻ്റെ സ്വാധീനമാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് തിരുവനന്തപുരത്ത് ഒരു പെൺകുട്ടി മരണപ്പെട്ടത്, ആത്മഹത്യ ചെയ്തത്. ആത്മഹത്യ ചെയ്യുമ്പോൾ അവർ എഴുതി വെച്ചത്, ഇത് ഞാൻ കൊറിയൻ ബാൻഡിന് അഡിക്റ്റായി, ഞാൻ എൻ്റെ പഠനത്തിൽ നിന്നല്ല ഞാൻ പിന്നോട്ട് പോയി, അതുകൊണ്ട് എനിക്ക് ഈ ജീവിക്കണം എന്നില്ല, ഞാൻ മരിക്കുകയാണ്. ഒപ്പം തന്നെ ഒരു ഉപദേശമുണ്ട്, എൻ്റെ അനുജത്തിമാർക്ക് ആർക്കും ഈ മൊബൈൽ കൊടുക്കരുത്, ഈ കൊറിയൻ ബാൻഡ്സ് സമ്മതിക്കരുത്. എന്താ പ്രശ്നം? എന്താണ് ഈ കൊറിയൻ ബാൻഡ്സ്? എന്താണ് ഈ കൊറിയൻ പ്രശ്നം? പലപ്പോഴും നമ്മൾ പാരൻസ് വേണ്ട രൂപത്തിൽ അവെയറായിട്ടില്ലാത്തൊരു സംഗതിയാണ്. വളരെ അപകടകരമായൊരു സംഭവം. 2010 ഈ പറയുന്ന BTS ഉണ്ടാക്കുന്നത്. പല മ്യൂസിക്കുണ്ട്, മ്യൂസിക്കൽ ആൽബംസ് ഉണ്ട്, അതിൻ്റെ ശരികളുണ്ട്, തെറ്റുകളുണ്ട്, അതെല്ലാം വേറെ വശം. ഇത് മ്യൂസിക് അല്ല. മ്യൂസിക്കുണ്ട്, പക്ഷേ ഇവിടെ ഉപയോഗിക്കുന്നത് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും. BTS എന്ന് പറഞ്ഞാൽ ആൺകുട്ടികളെ മാത്രം ഉപയോഗിച്ചു കൊണ്ടുള്ള 7 പേരുടെ ഒരു ബാൻഡാണ്. കൊറിയൻ ഡ്രാമയുണ്ട്, K-ഡ്രാമ എന്ന് പറയും. അതേപോലെ തന്നെ K-പോപ്പ് എന്നാണ് ഈ കൊറിയൻ മ്യൂസിക്കിന് പറയും. ഈ ആൺകുട്ടികളുടെ സവിശേഷത തന്നെ എന്താന്ന് വെച്ചാൽ അവരെ ഇതിനു വേണ്ടി ഒരുക്കിക്കൊണ്ട് നടക്കുന്ന ആളുകളാണെന്നുള്ളതാണ്. ഒരുക്കി കൊണ്ടെടുക്കാൻ പറഞ്ഞാൽ പൂർണ്ണമായും ആ ഒരു പ്രത്യേക തരത്തിലുള്ള അട്രാക്റ്റീവായിട്ടുള്ള സൗന്ദര്യം, അതിനുവേണ്ടി പ്ലാസ്റ്റിക് സർജറി നടത്തുന്നു. അവരുടെ തൊലി അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റുകൾ നടത്തുന്നു. അതിനുവേണ്ടി അവർക്ക് മറ്റ് കാര്യങ്ങൾ ചെയ്യുന്നു. എങ്ങനെ വളർത്തിക്കൊണ്ടുവരിക? എന്നിട്ട് പെൺകുട്ടികളുടെ മനസ്സിൽ ഇവരിൽ ചിലർ ഞങ്ങളുടേതാണ് എന്നൊരു ബോധം ഉണ്ടാക്കുന്ന രൂപത്തിലാണ് അവരുടെ ആംഗ്യക്ഷേപങ്ങൾ. അതിനുവേണ്ടി കൊറിയൻ ഗവൺമെൻറ് തന്നെ ഈ മ്യൂസിക് ബാൻഡുകളിൽ, ഈ ഡ്രാമ ടീമുകളിൽ പൈസ മുടക്കാണ്, ലക്ഷക്കണക്കിന് ഡോളറുകൾ. കൊറിയൻ ഭാഷ അതുവഴി കോടികൾ ചെലവഴിപ്പിച്ചിട്ട് പഠിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുകയാണ്. ഇതുവഴി കൊറിയക്ക് അതിൻ്റെതായ സാമ്പത്തിക താല്പര്യങ്ങൾ മാത്രമേ ഉള്ളൂ, കൊറിയ രാഷ്ട്രം എന്നുള്ള നിലക്ക്. നമ്മളുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഒന്നാമതായി ഞാൻ പറഞ്ഞതുപോലെ ഈ പെൺകുട്ടികളുടെ ഇഷ്ട കഥാപാത്രങ്ങൾ ഇതിലുണ്ടാകുന്നു. അവരുമായി വല്ലാത്ത പെൺമനസ്സിന് അങ്ങനെ ഒരു സവിശേഷതയുണ്ട്. വല്ലാത്തൊരു വൈകാരിക ബന്ധം ഉണ്ടാകുന്നു. അവർ ഓരോരുത്തരെ വിളിക്കുന്നതിന് ഐഡൽ എന്നാണ്. ഐഡലും ഫാനുമാണ്. ഞാൻ ഇന്ന ഐഡലിന്റെ ഫാനാണെന്നാ പറയാ, ആ ഐഡലിന്റെ ഫാൻ. അപ്പോൾ ഒരു ഐഡൽ, ഈ 7 പേരിൽ ഒരാൾ എൻ്റെ ഐഡലാണ്, എന്നിട്ട് ഞാൻ അതിൻ്റെ ഫാനാണ്. ഈ ഫാന് ഈ ഓരോ ഐഡൽസിനും അവരുടേതായ ഫാൻ ഗ്രൂപ്പുകളുണ്ട്. അതിന് പറയാ എന്താണ്, ആർമി എന്നാണ്. ഈ ആർമികൾ ഓരോന്നും, രണ്ടാമത്തത് അതാണ്. ഈ ആർമിയിൽ അംഗങ്ങളാവുകയാണ് നമ്മുടെ കുട്ടികൾ. അതോടുകൂടി ഇവരുമായി വമ്പിച്ചൊരു പേഴ്സണൽ ബന്ധം വരികയാണ്. ഈ ആർമിയിൽ ഓരോ ബാൻഡുകൾ, ഓരോ ക്ലബ്ബുകൾ നമുക്ക് പറയാം, നമ്മളിപ്പോൾ മനസ്സിലാകാൻ വേണ്ടി, ഈ ഓരോരുത്തരുടെ ഫാൻ ക്ലബ്ബുകളിൽ അംഗമാകുന്നതോടുകൂടി ഈ ആളുമായി ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉള്ളതായിട്ട് ഇവർക്ക് തോന്നുകയാണ്. അതിനുശേഷം ഇവരുടെ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. ഈ കമ്മ്യൂണിക്കേഷൻസിന് വേണ്ടി തന്നെ ഇവര് നേർക്ക് നേരെ പ്രത്യക്ഷപ്പെടുകയാണ്. ആ പ്രത്യക്ഷപ്പെട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഈ ആർമിയുടെ ഈ പേജുകളിൽ
ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഈ കുട്ടികൾക്ക് ഞങ്ങളുമായി പേഴ്സണലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രൂപത്തിലാണ്, അങ്ങനെയാണ് അവരെ ട്രെയിൻ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആ പേഴ്സണലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രൂപത്തിലാണ് തോന്നുന്നത്. അങ്ങനെ പേഴ്സണൽ കമ്മ്യൂണിക്കേറ്റ് എത്രത്തോളം എന്ന് വെച്ചാൽ അവര് ആ നോട്ടമടക്കം ട്രെയിൻ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അഥവാ ഈ പിന്നെ എന്താ പറയുക, ഈ ഇൻസ്റ്റഗ്രാമിലെല്ലാം പ്രത്യക്ഷപ്പെട്ടിട്ട് ഇൻസ്റ്റഗ്രാം ഈ ഗ്രൂപ്പുകൾ ഉണ്ടല്ലോ, ഈ ക്ലബ്ബ് ഗ്രൂപ്പുകൾ, ആർമി ഗ്രൂപ്പുകൾ, ഈ ഗ്രൂപ്പുകളിൽ ഇവർ ഓരോരുത്തരും പ്രത്യക്ഷപ്പെട്ടിട്ട് അവർ സംസാരിക്കുമ്പോൾ ഇവരെ മൊത്തത്തിലാണ് അഭിസംബോധന ചെയ്യുന്നതെങ്കിൽ പോലും ഇത് കണ്ടു നിൽക്കുന്ന ഓരോ കുട്ടികൾക്കും തോന്നുന്നത് എന്നെയാണ് ഇവരെ അഭിസംബോധന ചെയ്യുന്നതാണ്. അങ്ങനെ നോക്കാൻ വരെ ഇവർ പരിശീലിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ്. അതായത് കുട്ടിക്ക് നോക്കുമ്പോൾ എന്നെ എങ്ങനെ നോക്കണായി തോന്നുന്നു ഓരോരുത്തർക്കും. ഇങ്ങനെ ഈ രൂപത്തിൽ ഇവരെ ഓരോ കുട്ടികളുടെയും മനസ്സിൽ ഓരോ വിഗ്രഹങ്ങളെ ഉണ്ടാക്കുകയും ആ വിഗ്രഹങ്ങളെ കാണുക എന്നുള്ളത് അവർക്ക് സ്വന്തത്തെ സമർപ്പിക്കുക എന്നത് വലിയ സ്വപ്നമായി വളർത്തിക്കൊണ്ടുവരും ചെയ്യാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ഇതില് ഈ കാർഡുകളുണ്ട്, കാർഡുകൾ കളക്ട് ചെയ്യാൻ ഭയങ്കര രസമാണ്. ഓരോരുത്തർക്കുമുള്ള കാർഡുകൾ, ഓരോരുത്തർക്കും പല പോസ്റ്റുകളിലുള്ള ഈ ഓരോരുത്തർക്കുള്ള കാർഡുകൾ, നമ്മളെ പെൺകുട്ടികളുടെ മൊബൈലുകളിൽ പലതിലും ഒരുപാട് കാർഡുകളാണ്, ഇവരുടെ പല പോസ്റ്റുകളിലുള്ള കാർഡുകൾ. ആ കാർഡുകൾ കളക്ട് ചെയ്യലിൽ ഒരു തരം സംതൃപ്തി കണ്ടെത്തുകയാണ്. അങ്ങനെയാണ് ഇവർക്ക് കൊറിയൻ ഭാഷ പഠിക്കാൻ മോഹം. ആ കൊറിയൻ ഭാഷ പഠിച്ച് ഈ പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, തമിഴ്നാട്ടിലെ ഈറോഡിനടുത്തുള്ള ഒരു കുഗ്രാമത്തിലുള്ള 3 പെൺകുട്ടികളാണ്. ആ പെൺകുട്ടികൾ കാശുണ്ടാക്കിയത് എങ്ങനെയാണ്? അവര് നമ്മൾ ബാങ്ക് എന്ന് പറയുമല്ലോ, പല സ്ഥലങ്ങളും കുറ്റിന്നോ കുഞ്ചിന്നെല്ലാം പറയും. ഈ ചില്ലറ പൈസ തുട്ടുകൾ ഇട്ടിട്ട് എന്തിനാണ് ഈ തുട്ടുകൾ ഇടുന്ന സമയത്ത് മുഴുവനുള്ള ചിന്ത എന്താണ്? കൊറിയയിലേക്ക് പോകണം എന്നുള്ള ചിന്തയാണ്, ഇവരെ കാണണം എന്നുള്ള ചിന്തയാണ്. അവരെ കാണണം എന്നുള്ള ചിന്തയുമായി ഇതിട്ട് അത് പൊളിച്ചിട്ട് അത് കാശും പിന്നെ വേറെ അവരുടെ ആഭരണങ്ങൾ വിറ്റ കാശും എല്ലാം ഇട്ടാണ് ഇവർ പോണത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ രൂപത്തിൽ മാനസികമായി അടിമപ്പെടുത്തുകയാണ്. ഈ അടിമപ്പെടുത്തൽ വഴി ഇവർക്കുണ്ടാകുന്ന പ്രശ്നം അവരുടെ ഭാവി ലൈംഗിക ജീവിതത്തെ ശക്തമായി ബാധിക്കാൻ പോവുകയാണത്. അങ്ങനത്തെ പഠനങ്ങൾ നടന്നിട്ടില്ല. കാരണം ഇവരുടെ മനസ്സിൽ ഈ വിഗ്രഹങ്ങളാണുള്ളത്, ഈ ഐഡൽസ് ആണുള്ളത്. ആ ഐഡൽസിന്റെ ചേഷ്ടകളാണ് അവരുടെ മനസ്സിലുള്ള സ്നേഹചേഷ്ടകൾ. ഭാഷ പോലും അറിയാത്ത, ഒന്നും അറിയാത്ത ഇവര് ഈ മ്യൂസിക്കിൽ ഏത് ഇംഗ്ലീഷിലല്ല മ്യൂസിക്, കൊറിയൻ ഭാഷയിലാണ്. ആർക്കും അറിയില്ല. പക്ഷെ എന്നിട്ടത് കണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ മ്യൂസിക്കിലല്ല ആകൃഷ്ടരാകുന്നത്, ഇവരുടെ അംഗ ചലനങ്ങളിലാണ്. എത്രത്തോളം വെച്ചാൽ 24 മണിക്കൂർ ഇവരുടെ പ്രസൻസ് അനുഭവപ്പെടുന്നതിന് വേണ്ടി എങ്ങനെയാണ് മ്യൂസിക്കിന് വേണ്ടി ഇവർ തയ്യാറാകുന്നത് എന്നത് ഓൺലൈനായിട്ട് കൊടുക്കുകയാണ്. അഥവാ ഓൺലൈനായിട്ട് ഇവർ മ്യൂസിക്കിന് വേണ്ടി തയ്യാറാക്കുന്നത്, അതിന് ഡ്രസ്സ് മാറ്റുന്നത്, അങ്ങനത്തെ സംഭവങ്ങൾ ഇത് കൊടുക്കുമ്പോൾ ഇതിങ്ങനെ കണ്ടിരിക്കുന്ന ഓരോ കുട്ടിക്കും ഒരു പേഴ്സണാലിറ്റിയിലാണല്ലോ കാണുന്നത്. അവളുടെ വിചാരം അവൾ മാത്രമാണ് ഇവരെ കാണുന്നുള്ളൂ എന്നാണ്. അവളുടെ വിചാരം എന്ന് പറഞ്ഞാൽ അവൾക്ക് അറിയില്ല എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. ആ രൂപത്തിലുള്ളൊരു അനുഭവമാണ് ക്രിയേറ്റ് ചെയ്യണത്. അതുവഴി എന്താ ഉണ്ടാവണമെന്ന് വെച്ചാൽ എല്ലാവർക്കും ഫുൾ ടൈം ഇവരുമായുള്ള ബന്ധം നിൽക്കുകയാണ്. 24 മണിക്കൂർ എന്ന് പറഞ്ഞ മാതിരി ഇവരായിട്ടുള്ള ബന്ധം. ഇവർ ഞങ്ങളോട് സംസാരിക്കുന്നു എന്നാണ് ഇവരെല്ലാവരും വിചാരിക്കണത്. ഞങ്ങൾ എഴുതുന്ന മെയിലിന് ഇവരാണ് മറുപടി എഴുതുന്നതെന്നാണ് വിചാരിക്കുന്നത്, ഞങ്ങൾ എഴുതുന്ന മെസ്സേജിന്. ആ രൂപത്തിലുള്ള മാനസികാവസ്ഥയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ആ മാനസികാവസ്ഥ ക്രിയേറ്റ് ചെയ്യപ്പെട്ടാൽ എന്താ സംഭവിക്കുന്നത്? ഇത് എന്താന്ന് വെച്ചാൽ ഇതൊരു മാനസിക പ്രശ്നമാണ്, ചികിത്സിക്കേണ്ട മാനസിക പ്രശ്നമാണെന്നാണ് സൈക്കോളജിസ്റ്റുകൾ പറയുക. ചികിത്സിക്കേണ്ട മാനസിക പ്രശ്നം എന്ത്? ഒരാളെ ഈ രൂപത്തിൽ മനസ്സിൽ പ്രതിഷ്ഠിച്ച് ഒരു ഭാഗത്തേക്ക് മാത്രം സ്നേഹിക്കുന്ന ഒരു തരം റൊമാൻറ്റിക് മാനസികാവസ്ഥ സൃഷ്ടിക്കുക. ആ റൊമാൻറ്റിക് മാനസികാവസ്ഥയെ ആ ഡോപ്പമിൻ ഇഫക്റ്റ് ആക്കി വളർത്തിക്കൊണ്ടുവരിക. അവർക്ക് എന്താണ്? അത് ലഹരിയായി മാറുകയാണ്. നല്ല ലഹരി, ഒരു MDMAയിൽ നിന്ന് കിട്ടാത്ത രൂപത്തിലുള്ള ലഹരി പെൺകുട്ടികൾ, ഇതിന് കൂടുതൽ അടിമപ്പെടുന്ന പെൺകുട്ടികളാണെന്നുള്ള ആൾക്കാണ് ഞാൻ പെൺകുട്ടികൾ എന്ന് പറയുന്നത്, ഇത് വരികയാണ്. ഇത് വളരെ അപകടകരമായൊരു സംഭവമാണ്. ഇതിനെ നമ്മൾ
കുട്ടികൾക്ക് ടെലഫോൺ കൊടുത്ത്, കുട്ടികൾക്ക് ഇൻസ്റ്റഗ്രാം കൊടുത്ത് അവർ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ, അവരിത്തരം മ്യൂസിക് ബാൻഡുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ പാരൻസ് ശ്രദ്ധിക്കല്ലാതെ വേറൊരു മാർഗമില്ല. അഡിക്റ്റായ കുട്ടികളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും അത് ഒന്നും കാണാൻ സമ്മതിക്കാതിരിക്കുക അല്ലാത്ത വേറെ മാർഗങ്ങളൊന്നുമില്ല. അതല്ലാത്ത മാർഗങ്ങളൊന്നുമില്ല. പലപ്പോഴും ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഒരു അഡിക്ഷനിൽ നിന്ന് ഒരാളെ രക്ഷിക്കുമ്പോൾ ഉണ്ടാകുന്ന അതേ പ്രശ്നങ്ങൾ വിത്ഡ്രോവൽ സിംപ്റ്റംസ് പറയാം. നമ്മൾ പിന്നെ ഒരാൾ മദ്യപാനിയായിട്ടുള്ള ഒരാളെ മദ്യപാനത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമ്പോൾ അത്രയും എത്രത്തോളം അഡിക്റ്റ് ആണോ ആ രൂപത്തിൽ വിത്ഡ്രോവൽ സിംപ്റ്റംസ് ഉണ്ടാവും. ഇതേ വിത്ഡ്രോവൽ സിംപ്റ്റംസ് ഈ കുട്ടികൾക്ക് ഉണ്ടാവുകയാണ് നിങ്ങൾ ഈ മ്യൂസിക് തടഞ്ഞു വെച്ചാൽ, അതിൽ അഡിക്റ്റ് ആയ ആൾക്കാർക്ക് കിട്ടും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് അതിലേക്ക് പോകാതിരിക്കാനുള്ള മുൻകരുതലാണ്. വളരെ അപകടകരമായൊരു സംഭവമാണ് ഇത്. സർക്കാർ തലത്തിൽ തന്നെ ഇതിനെതിരെ നടപടികളും നിലപാടുകളും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നില്ല. പക്ഷേ പാരൻസ് എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഉത്തരവാദിത്തം ഈ കുട്ടികളെ അത് കടന്നു പോകുന്ന സ്ഥലങ്ങളിൽ അത് കൃത്യമായി ഇടപെടുകയും അവിടെ വ്യക്തമായ മാർഗനിർദ്ദേശം കൊടുത്തിട്ട് മാറ്റി നിർത്തുകയും ചെയ്യണം. കേവലം മ്യൂസിക് ബാൻഡ് ഒരു മ്യൂസിക്കല്ലേ, സാധാരണ മ്യൂസിക് കേൾക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ പ്രശ്നമൊന്നുമല്ലല്ലോ, കൊറിയത്തെ മ്യൂസിക് കാണിച്ചിട്ട് എന്താ എന്നുള്ള വിചാരമാണ് ഉണ്ടാവുന്നത്. ഇതിനു വേണ്ടി തയ്യാറാക്കപ്പെട്ട, ഈ രൂപത്തിൽ അടിമപ്പെടുത്തുന്നതിന് വേണ്ടി തയ്യാറാക്കപ്പെട്ട, ലഹരി ഉണ്ടാക്കുന്നതിന് വേണ്ടി തയ്യാറാക്കപ്പെട്ട ബാൻഡുകളാണ് ഇത് എന്ന് മനസ്സിലാക്കി തന്നെ നമ്മുടെ മക്കളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.